മഴക്കെടുതി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാർ അവഗണിച്ചു. ജൂലൈ 31-ന് പകൽ 3-ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അത് ഗൗനിച്ചില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പും സർക്കാർ അവഗണിച്ചു. അതിതീവ്ര മഴ, പ്രളയം എന്നിവയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് ആക്ഷേപം. അതിതീവ്ര മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ അവഗണിച്ചുവെന്നാണ് രേഖകൾ. ജൂലൈ 31 പകൽ 3-ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സംസ്ഥാന സർക്കാർ അത് ഗൗനിച്ചില്ല. കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന തലക്കെട്ടോടെ 7 പേജുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. ഇതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. എന്നാൽ സർക്കാർ മുൻകരുതൽ നടപടികൾ വേഗത്തിലാക്കിയില്ല. അതിതീവ്ര മഴയും പ്രളയസാധ്യതയുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിലും വീഴ്ച വരുത്തി. ഇതാണ് ദുരന്തത്തിന്റെ തീവ്രത കൂട്ടിയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. നദികൾ, ജലാശയങ്ങൾ, വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ എന്നിവ ചേർത്ത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിർദ്ദേശത്തിലും സർക്കാർ നടപടിയെടുത്തില്ല. ജലനിരപ്പ് ഉയരുന്നുവെന്ന് വ്യക്തമായിട്ടും മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്നതിലും അറിയിപ്പ് നൽകിയില്ല. ഡാമിൽ നിന്ന് ഒഴുക്കിവിട്ട വെള്ളം പമ്പാ നദിയിലെത്തിയതോടെയാണ് റാന്നിയും വടശ്ശേരിക്കര മേഖലയും വെള്ളത്തിൽ മുങ്ങിയത്. രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ നടപടി ഏകോപിപ്പിക്കുന്നതിലും സർക്കാർ പൂർണ്ണ പരാജയമായി മാറി. ദുരന്ത നിവാരണത്തിന് മുൻകൈയെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും മറ്റു വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഫോണിലാണ് മുഖ്യമന്ത്രി കളക്ടർമാരെയും മന്ത്രിമാരെയും ബന്ധപ്പെട്ടത്. പ്രളയമുണ്ടായ ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല നൽകിയെങ്കിലും രക്ഷാപ്രവർത്തന സംവിധാനം വേഗത്തിലാക്കാനായില്ല. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കടലിൽ കാണാതായ 2 പേരെ കണ്ടെത്താൻ തീരസംരക്ഷണ സേന എത്തിയത് 13 മണിക്കൂർ വൈകിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഏകോപനം പാളിയെന്നും ആരോപണമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.